ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ടൈറ്റിലിൽ കണ്ട പോലെ എങ്ങനെയാണ് ഫേഷ്യൽ എങ്ങനെ ഈസി ആയിട്ട് പഠിക്കാം, നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേഷ്യൽ എങ്ങനെ ചെയ്യാൻ പഠിക്കാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അത് ഞാൻ ഓരോ സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം, എന്നിട്ട് പിന്നെ ഞാൻ ചെയ്യുന്നതായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ഫേഷ്യലിൽ ചെയ്യുക ക്ലെൻസിങ് ആണ്. അത് കഴിഞ്ഞിട്ട് സ്ക്രബ് കഴിഞ്ഞ് നമ്മൾ സ്റ്റീം ചെയ്യും, എന്നിട്ട് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താക്കും, ക്രീം മസാജ് കൊടുക്കും. ക്രീം മസാജ് നല്ലോണം കൊടുക്കണം, 10-25 മിനിറ്റോളം കൊടുക്കണം. അതാണ് നമ്മളെ ഫേഷ്യൽ ഏറ്റവും മസ്റ്റായിട്ടുള്ള കാര്യം. അത് കഴിഞ്ഞിട്ട് ജെൽ മസാജാണ്. ചിലതിൽ ജെൽ ഉണ്ടാവില്ല, ഉള്ളതിൽ ജെൽ മസാജ് കൊടുക്കുക. ലാസ്റ്റ് പാക്ക് ഇട്ടിട്ട് ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളയാം. എത്ര ഉള്ളൂ ഫേഷ്യൽ, സിമ്പിളാണ് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ. ഇപ്പം എന്താ പറയുക, പാർലറിലൊന്നും പോയിട്ട് നമുക്ക് ആരും സഹായം ഇല്ലാതെ വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് നമ്മളെന്താ ഒരു കോസ്മെറ്റിക് കടയിൽ പോയിട്ട് ഒരു ഫേഷ്യൽ കിറ്റ് വാങ്ങിയാൽ മതി. ഒരു ഡയമണ്ടോ അല്ലെങ്കിൽ ഗോൾഡോ അല്ലെങ്കിൽ പപ്പായോ ഏതാണോ നമുക്ക് ബഡ്ജറ്റിന് ഒതുങ്ങി ഒരു ചെറിയത് നമുക്ക് ഒരു ദിവസം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു കിറ്റ് വാങ്ങിയാൽ തന്നെ അതിൽ 2-3 വട്ടം ചെയ്യാനുള്ളത് ഉണ്ടാവും ചെറിയ കിറ്റിൽ തന്നെ. അതൊരെണ്ണം വാങ്ങിയാൽ മതി, അത്ര എക്സ്പെൻസ് ഒന്നും ആവില്ല. അപ്പോൾ അങ്ങനെ വാങ്ങിയിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മളെന്താക്കാം, ക്ലെൻസ് ആണല്ലോ. അപ്പോൾ ഞാനിവിടെ വേറെയാണ് ക്ലെൻസ് എടുക്കുന്നത്. നിങ്ങൾ ഏത് പാക്കാണോ വാങ്ങുന്നത് അതിലുണ്ടാവും ക്ലെൻസ്, അത് എടുക്കുക ഫസ്റ്റായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് ക്ലെൻസ് എടുക്കുന്നുണ്ട്. എന്നിട്ട് അത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിപ്പോൾ ക്ലെൻസ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മുഖത്ത് എന്താ പറയുക ചെളി അതുപോലെ അഴുക്കൊക്കെ അടിഞ്ഞിട്ടുണ്ടാവില്ല, അത് പോകാനാണ് ഫസ്റ്റ് ഫേഷ്യലിൽ നമ്മൾ ക്ലെൻസ് കൊടുക്കുന്നത്. അത് 2 മിനിറ്റോ 3 മിനിറ്റോ കൊടുത്താൽ മതി, എത്ര വേണ്ടുള്ളൂ. അതിങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന പോലെ നമ്മുടെ മുഖം എപ്പോഴും നമ്മൾ നല്ല സ്മൂത്തായിട്ട് ഇങ്ങോട്ട് ഒഴിയുക, റൗണ്ട് ഇങ്ങനെ കൊടുക്കുക, മുഖത്ത് മൊത്തത്തിൽ എത്തിക്കുക. ഇത് മുഖത്ത് എന്താകാം മൊത്തത്തിൽ എത്തിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ മതി. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ് ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് വാഷ് ചെയ്തിട്ട് നമുക്ക് സ്ക്രബ് ഇടാം. അപ്പം ഞാൻ എന്താക്കി ഇതൊന്ന് വാഷ് ചെയ്ത് വന്നിട്ട് അടുത്ത സ്റ്റെപ്പ് കാണിച്ചു തരാം. അപ്പോൾ ക്ലൻസിങ് കഴിഞ്ഞ് ഞാൻ വാഷ് ചെയ്ത് വന്നു. വാഷ് ചെയ്തിട്ട് നമുക്ക് സ്ക്രബ് ഇടാം കേട്ടോ അടുത്തത്. അപ്പോൾ ഞാൻ കുറച്ച് കയ്യിലാണ് എടുത്തത്, വലിയ പാക്കാണ് ഉള്ളത്, അതുകൊണ്ട് കുറച്ച് കയ്യിലെടുത്താണ് സ്ക്രബ്. ഞാൻ ഗോൾഡിൻ്റെ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. സ്ക്രബ് ഗോൾഡിൻ്റെ പാക്കിൻ്റെയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ സ്ക്രബ് മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ലതാണ്. ഒരു മിനിറ്റ് എന്നിട്ട് വെക്കണം, നല്ലതാണ് സ്ക്രബ് എപ്പോഴും. സ്ക്രബ് ചെയ്യുമ്പോൾ ആദ്യം സ്ക്രബ് കൊടുക്കാത്ത മൊത്തത്തിൽ പറ്റിയിട്ട് ഇങ്ങനെ കുറച്ച് നേരം വെക്കുക. മൊത്തം അപ്ലൈ ചെയ്ത് വന്നിട്ട് നല്ലോണം മസാജ് കൊടുക്കുക. മസാജ് അല്ല, സ്ക്രബ് ചെയ്താൽ മതി, അധികം മസാജ് കൊടുക്കണ്ട. നമുക്ക് വേണ്ട പ്രഷറിൽ കേട്ടോ, ഓവർ പ്രഷർ ആക്കരുത്, ആവശ്യത്തിനുള്ള പ്രഷർ മാത്രം കൊടുത്താൽ മതി. നല്ലോണം കൊടുക്കുക. ഈ എന്താ പറയുക, മുക്കിൻ്റെ അവിടെയൊക്കെ നല്ല ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അവിടെ നല്ലോണം കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുക, കണ്ണൊക്കെ ഇങ്ങനെ. ഇങ്ങനെ സ്ക്രബ് ഒരു 5 മിനിറ്റ് കൊടുക്കുക. 5 മിനിറ്റ് കൊടുത്തിട്ട് സ്റ്റീം ചെയ്യുക. സ്റ്റീം വീട്ടിലുള്ള ഏതെങ്കിലും പാത്രം വെച്ചിട്ട് അതിൽ വെള്ളം വെച്ചിട്ട് ആവി പിടിക്കുക. അല്ലാതെ സ്റ്റീമറുള്ളവർ സ്റ്റീമറിൽ ചെയ്യുക. എന്നിട്ട് എന്താ പറയുക, ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ കണ്ണ് റിമൂവ് ചെയ്ത് കളയുക. എന്നിട്ട് പിന്നെ ഞാനിത് വാഷ് ചെയ്തിട്ട് വന്നിട്ട് അടുത്ത സ്റ്റെപ്പ് ക്രീം മസാജ് അത് കാണിച്ചു. അപ്പോൾ സ്ക്രബ് കഴിഞ്ഞു, ഞാൻ സ്ക്രബൊക്കെ വാഷ് ചെയ്ത് വന്നതാണ്. അപ്പോൾ സ്ക്രബ് കഴിഞ്ഞിട്ട് എന്താക്കുക, സ്റ്റീം കൊടുത്തിട്ട് വേണം ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാനിവിടെ കാണിക്കുന്നില്ല, നിങ്ങൾ ചെയ്യുക. സ്റ്റീം ചെയ്യാൻ എന്താണോ ഉള്ളത്, മെഷീനില്ലെങ്കിൽ വീട്ടിൽ എന്താ പറയുക പുട്ടൊക്കെ വെച്ച് വിടുന്ന പാത്രം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ ആവി പിടിച്ചിട്ട് സ്റ്റീം ചെയ്തിട്ട് നല്ലോണം റിമൂവ് ചെയ്ത് കളയാം ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് ക്രീം മസാജാണ് കേട്ടോ. അപ്പം ഞാനത് ക്രീം അപ്ലൈ ചെയ്തിട്ട് ഈ മസാജ് നമുക്ക് മസ്റ്റ്, ഇതൊരു 10-20 മിനിറ്റ് മസാജ് നമുക്ക് നമ്മളെ കൈ കൊണ്ട് നമ്മളെ മുഖത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്യാം. ഇതിലാണ് നമുക്ക് ഫേഷ്യലിന് നല്ല എഫക്റ്റ് കിട്ടുക. ഈ എന്താ പറയുക, മസാജ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമുക്ക് ഫേഷ്യലിന് റിസൾട്ട് ഉണ്ടാവുക. അപ്പോൾ നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുക, റൗണ്ട് മസാജ് ചെയ്യുക. പിന്നെ മൂക്കിൻ്റെ അവിടേക്കൊക്കെ പോയി ചെയ്യുക, കണ്ണിൻ്റെ അവിടെ, അതുപോലെ നെറ്റി മൊത്തത്തിൽ റൗണ്ട് ചെയ്ത് നല്ലോണം നമുക്ക് പറ്റുന്ന പോലെ. നമുക്ക് എന്താ പറയുക, പാർലറിൽ പോയി ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല, നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന പോലെ നല്ലോണം മസാജൊക്കെ കൊടുക്കുക. താഴോട്ടൊന്നും ഒഴിയരുത്, മുകളിലോട്ട് തന്നെ ഒഴിയണം, താഴോട്ട് ഒഴിയാൻ പാടില്ല. നല്ലോണം മസാജ് കൊടുക്കുക.
20 മിനിറ്റ് ഇങ്ങനെ മസാജ് കൊടുക്കുക. 20 മിനിറ്റ് പറ്റാത്തവർ 10 മിനിറ്റോ 15 മിനിറ്റൊക്കെ കൊടുക്കുക. നല്ലോണം മസാജ് കൊടുക്കുക. വെള്ളം കൂട്ടിയിട്ട് മസാജ് ചെയ്യണമെന്നില്ല, അല്ലാതെ തന്നെ ക്രീം സ്വന്തം അബ്സർവ് ആയി പോയിക്കോട്ടെ സ്കിന്നിലോട്ട്. അതാണ് ഏറ്റവും ബെറ്റർ. വെള്ളം കൂട്ടിയിട്ട് മസാജ് ചെയ്യരുത്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ക്രീം മസാജ് കഴിഞ്ഞു. ക്രീം മസാജ് ചെയ്ത് വാഷ് ചെയ്തിട്ട് ഞാൻ വന്നു. ഇനി അടുത്തത് ജെല്ലാണ് കേട്ടോ, ജെൽ മസാജ്. ജെൽ മസാജ് നമ്മൾ ക്രീമിൻ്റെ എന്താ പറയുക, ക്രീം മസാജ് കൊടുത്താൽ അത്ര കൊടുക്കണമെന്നില്ല. ജെല്ല് കുറച്ച് നേരം കൊടുത്താൽ മതി, ജെൽ മസാജ്. അപ്പോൾ അതും ഇതുപോലെ തന്നെ എന്താ പറയുക, നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ സ്വന്തമായിട്ടാണല്ലോ ചെയ്യുന്നത്, വേറെ ഒരാളുടെ സഹായം ഇല്ലാതെ നമ്മൾ സ്വന്തമായിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സ്വന്തമായിട്ട് അവരെ നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുക. ജെൽ മസാജ് കേട്ടോ, നല്ലോണം അപ്ലൈ ചെയ്ത് നല്ലോണം മസാജ് കൊടുക്കുക. മസാജ് ചെയ്ത് കൊടുത്ത് വാഷ് ചെയ്യാം. അപ്പോൾ ജെൽ മസാജ് കഴിഞ്ഞ് വാഷ് ചെയ്ത് വന്നിട്ട് ഞാൻ പാക്ക് ഇട്ടു. പാക്ക് അപ്ലൈ ചെയ്യാൻ കാണിക്കുന്നില്ല, പാക്ക് വെറുതെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. അപ്പം ഞാൻ പാക്ക് അപ്ലൈ ചെയ്തു. ഇതൊരു 10-20 മിനിറ്റ് വെച്ച് ഡ്രൈ ആയി കഴിയുമ്പോൾ വാഷ് ചെയ്യുക. ആദ്യം കുറച്ച് എന്താ പറയുക, വെള്ളം എടുത്തിട്ടൊന്ന് മൊത്തത്തിലൊന്ന് റൗണ്ട് മസാജ് കൊടുത്തിട്ട് വെറുതെ വാഷ് ചെയ്ത് കളയാം. അല്ലാതെ പെട്ടെന്ന് തന്നെ വാഷ് ചെയ്ത് കളയണ്ട, ചെറുങ്ങനെ ഒന്ന് മസാജ് കൊടുത്തിട്ട് വാഷ് ചെയ്ത് കളയാം. അപ്പം ഞാൻ വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ബാക്കൊക്കെ ഞാൻ വാഷ് ചെയ്തു കേട്ടോ. അപ്പോൾ ഫേഷ്യലിൻ്റെ ലാസ്റ്റ് റിസൾട്ടാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല അടിപൊളി റിസൾട്ടായിട്ടാണ് തോന്നുന്നത്. നിങ്ങൾക്കിത് കാണുമ്പോൾ, വീഡിയോ മൊത്തം കാണുമ്പോൾ മനസ്സിലാവില്ലേ റിസൾട്ട്. നല്ല അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ സ്വന്തമായിട്ട് ചെയ്യാം, നമുക്ക് ആരുടെ ഹെൽപ്പൊന്നും വേണ്ട. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ പുതിയ ഒരു ടിപ്പുമായി വരുന്നതായിരിക്കും. ബൈ ബൈ.